പറയുന്നുണ്ട്. നമുക്ക് തമിഴക രാഷ്ട്രീയത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. അത്ഭുതകരമായ ഒരു പ്രകടനമാണ് TVK അവിടെ കാഴ്ചവെച്ചത് എന്നത് മാത്രമല്ല 107 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. വിവാദ നായകൻ കൂടിയായിരുന്നു അവിടെ വിജയ് എന്നത് നമുക്കറിയാം. ഇപ്പോൾ തൃഷ വീട്ടിൽ എത്തിയിരിക്കുന്നു, വിജയുടെ വസതിയിലടക്കം എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് പങ്കുവെക്കേണ്ടത്. എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു എന്നതാണ് വിജയ്ക്ക്. ഒരു പക്ഷേ അടുത്ത മുഖ്യമന്ത്രി, തമിഴകത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി വിജയ് തന്നെയാകുമോ? ഇതൊരു സിനിമാ കഥയല്ല എന്ന് വിജയ് തെളിയിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം. തിരുവനന്തപുരം CP ജോൺ 11 റൗണ്ട് എണ്ണിത്തീരുമ്പോൾ 745ലേക്ക് ലീഡ് ഉയർത്തുന്നുണ്ട് CP ജോൺ. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതാ കാണുക ദൃശ്യങ്ങൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിജയെ കാണാൻ വിജയുടെ വീട്ടിലേക്ക് തൃശ എത്തുകയാണ്. തൃശയുടെ ജന്മദിനം കൂടിയാണ്, തൃശയുടെ ജന്മദിനം കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, ഒരു സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള തമിഴക രാഷ്ട്രീയത്തിന്റെ മാറ്റം നോക്കുക. പലപ്പോഴും കണ്ടിട്ടുണ്ടത്, പക്ഷേ സമീപകാലത്ത് ഇത്തരം ഒരു രാഷ്ട്രീയം തമിഴകം പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എക്സിറ്റ് പോളുകൾ പോലും കണ്ടെത്താത്ത ഈ തെരഞ്ഞെടുപ്പ് വിധി തമിഴക രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാകുമ്പോൾ വിജയുടെ താരോദയം ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന തലത്തിലേക്ക് മാറുന്നു വിജയ്. അതായത് തമിഴക രാഷ്ട്രീയത്തിൽ ഇത് ചരിത്രമാണ്. ഒരു പക്ഷേ തമിഴക മനസ്സിൽ എന്ത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. വിജയ് ഒരു പാർട്ടി രൂപീകരിക്കുന്നു, ആ പാർട്ടി രൂപീകരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ രാഷ്ട്രീയ എതിരാളികളെ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ വിജയുടെ TVKക്ക് സാധിച്ചു എന്നതാണ്. അത് തമിഴക രാഷ്ട്രീയത്തിൽ തീർച്ചയായും ചരിത്രമാണ്. ഇക്കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഒരു സിനിമാ താരത്തിന് ജനഹൃദയങ്ങളെ കീഴടക്കാൻ, ജനനായകനായി മാറാൻ സാധിക്കുമോ എന്ന സംശയം ഉയർത്തിയവർക്ക് വിജയ് നൽകുന്ന മറുപടിയാണിത്. അങ്ങനെയുള്ള ഒരു മറുപടി, അത്രമേൽ വലിയ വിജയമാണ് വിജയ് നേടിയിട്ടുള്ളത് എന്നതിൽ ഒരു തർക്കവുമില്ല. ആ പേര് പോലെ അന്വർത്ഥമാക്കുന്നു വിജയ്. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും താൻ തന്നെയാണ് വിജയ് എന്ന് വിജയ് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അങ്ങനെ മിന്നുന്ന പ്രകടനം തമിഴക രാഷ്ട്രീയത്തിൽ നടത്തുന്നു. അങ്ങനെ ഒരുപക്ഷെ വിജയുടെ ഒരു സിനിമാ ഗാനം പോലുമുണ്ട്, തന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഒരു സിനിമാ ഗാനം. ആ സിനിമാ ഗാനം അക്ഷരാർത്ഥത്തിൽ വിജയ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു സിനിമാ ഗാനമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാ വരവറിയിച്ചിരിക്കുന്നു. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ ഇത്ര ചെറിയ ഇടവേള കൊണ്ട് മുഖ്യമന്ത്രിയായോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ വിജയ്ക്ക് അത് സാധിക്കുന്നു. നമുക്ക് ഇടവേളയുടെ ചരിത്രമൊക്കെ ഒരുപക്ഷെ പരിശോധിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, എന്ന് പറഞ്ഞു, അത് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് വിജയ്. അത്രമേൽ മിന്നുന്ന പോരാട്ടത്തോടു കൂടിയുള്ള വിജയുടെ പ്രകടനം. അഭിലാഷ്, വേറൊരു കൗതുകം കൂടി ഉള്ളത്, വിജയുടെ സർക്കാർ രൂപീകരണമൊക്കെ വളരെ കൗതുകവും ആകാംക്ഷയും ഉള്ളത്. കാരണം ഭരണരംഗത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരു വലിയ കൂട്ടമാണ് വിജയിച്ചു വരുന്നത്. അവരുടെ സർക്കാർ രൂപീകരണം, പ്രധാനപ്പെട്ട ഇടപെടൽ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും മുഴക്കി കഴിഞ്ഞു വിജയ്. ആ വിസിൽ വിജയുടെ വിജയ വിസിലായി മാറിയിരിക്കുന്നു എന്നതാണ്. അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ വിജയ് തന്നെയാണ് എത്തിയത് എന്നതുകൂടിയാണ് തമിഴക രാഷ്ട്രീയത്തിന്റെ സവിശേഷത. തമിഴകം ആർക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.